ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്നുള്ളതിനാൽ നമ്മൾ എത്ര തന്നെ പിൻവാങ്ങിയാലും നമ്മെ ലക്ഷ്യത്തിലെത്തിക്കാൻ ദൈവത്തിൻ്റെതായ വഴികളുണ്ട്. അതിലേക്ക് നമ്മെ എത്തിക്കുക തന്നെ ചെയ്യും. യഥാർത്ഥത്തിൽ ഒരാളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നമാണ് അത്. ഈ സ്വപ്നമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. അനുതാപം എന്നാൽ ഒരു തിരിച്ചുവരവാണ്. പിതാവിൻ്റെ പ്രിയപ്പെട്ട മകൻ ധൂർത്തനായി ജീവിച്ചു. പക്ഷേ ഏറെ താമസിയാതെ തന്നെ അവനൊരു തിരിച്ചുവരവ് ആവശ്യമാണെന്ന് പിതാവായ ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവന് ജീവിതത്തിൽ ഒരു തകർച്ച കൊടുത്തത്. ആ തകർച്ചയിൽ അവൻ സ്വജീവിതത്തിലേക്ക് തന്നെ നോക്കി. അവിടെ കരുണയോടെ തന്നെ നോക്കുന്ന, സ്നേഹിക്കുന്ന ഈശോയുടെ മുഖം അവൻ കണ്ടു. അപ്പോൾ മനസ്സിൽ, ഹൃദയത്തിൽ ഒരു അനുതാപത്തിൻ്റെ സ്വരം മുഴങ്ങി. പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനല്ല. മനുഷ്യൻ ബാഹ്യപ്രവർത്തികളും മറ്റും നോക്കി നമ്മെ വിലയിരുത്തുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ അനുതാപത്തിൻ്റെ നിറവ് ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. വചനം നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാൻ, അവർ ദൈവത്തെ കാണും. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. 50 നൊയമ്പിൻ്റെ അനുഗ്രഹീതമായ ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ പൂർണ്ണമായ ഒരു അനുതാപത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം. എൻ്റെ പൂർണ്ണമായ അനുതാപത്തിലൂടെ ഈശോയെ സ്വർഗം സന്തോഷമാക്കുവാൻ ഇടവരുത്തണമേ എന്ന്.